അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപികളുടെ ആലംബവും പീഡിതരുടെ ആശ്വാസവുമായ കർത്താവേ, അലസുതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനും ദയാലുവുമാവുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനും ദയാലുവുമാവുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവരെല്ലാം അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. ശത്രുക്കളിൽ നിന്ന് അവരെ അവിടുന്ന് രക്ഷിച്ചു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും വടക്കു നിന്നും അവിടുന്ന് അവരെ ഒരുമിച്ച് കൂട്ടി. അശീമോനിലെ മരുഭൂമിയിൽ അവർക്ക് വഴിതെറ്റിപ്പോയി. മനുഷ്യവാസമുള്ള നഗരത്തിലേക്ക് വഴിയൊന്നും അവർ കണ്ടില്ല. വിശ്വസും ദാഹവും കൊണ്ട് അവർ വല്ലാതെ വലഞ്ഞു. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവരെ രക്ഷിക്കുകയും മനുഷ്യവാസമുള്ള നഗരത്തിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്തു. കർത്താവിന്റെ സ്നേഹമോർത്ത് നീതിമാന്മാർ അവിടുത്തെ സ്തുതിക്കട്ടെ. അവിടുന്ന് വിശക്കുന്നവരെ തൃപ്തരാക്കി, ഇരുട്ടിലും വിഷാദത്തിലും മുഴുകിയിരുന്നവരെ അവിടുന്ന് ആനന്ദിപ്പിച്ചു. ഇരുമ്പു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. കർത്താവിന്റെ കൽപ്പനയെ അവർ എതിർത്തു, അത്യുന്നതന്റെ ഉപദേശത്തെ നിരസിച്ചു. പീഡകളാൽ അവരുടെ ഹൃദയം തകർന്നു. അവർ ക്ഷീണിച്ചവശരായി, ആരും അവരെ സഹായിച്ചില്ല. തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ അവർ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. അവരുടെ ചങ്ങലകൾ പൊട്ടിച്ച് ഇരുളിലും വിഷാദത്തിലും നിന്ന് അവിടുന്ന് അവരെ മോചിച്ചു. കർത്താവിന്റെ സ്നേഹമോർത്ത് നീതിമാന്മാർ അവിടുത്തെ സ്തുതിക്കട്ടെ. പിച്ചളവാതിൽ അവിടുന്ന് ഭേദിച്ചു, ഇരുമ്പ് സാക്ഷാ തകർക്കുകയും ചെയ്തു. ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുവാൻ
അവിടുന്ന് അവരെ സഹായിച്ചു. എങ്കിലും ദുഷ്കൃത്യങ്ങൾ ചെയ്ത് അവർ പരിഹാസപാത്രങ്ങളായി. ആഹാരത്തോട് അവർക്ക് വെറുപ്പ് തോന്നി, അവർ മരണത്തിന്റെ പടിയിലെത്തി. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. അവരെ സുഖപ്പെടുത്തുകയും നാശത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തു. കർത്താവിന്റെ സ്നേഹമോർത്ത് നീതിമാന്മാർ അവിടുത്തെ സ്തുതിക്കട്ടെ. അവിടുത്തേക്ക് സ്തോത്രബലി അർപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. കപ്പൽ യാത്രക്കാരും സമുദ്രസഞ്ചാരികളും കർത്താവിന്റെ പ്രവൃത്തികൾ കണ്ടു. അവിടുന്ന് കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടപ്പോൾ കടലിൽ തിരമാലകൾ ഉയർന്നു. ആകാശത്തോളം പൊങ്ങിയ ശേഷം ആഴത്തിലേക്ക് അവർ ചിതറി വീണു. അവരുടെ ആത്മാവ് ദുഃഖിതമായി. ഉന്മത്തരെ പോലെ അവർ തുള്ളിച്ചാടി, അവരുടെ ബുദ്ധി മങ്ങിയിരുന്നു. അവർക്ക് ദുഃഖമുണ്ടായപ്പോൾ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവരെ അവിടുന്ന് രക്ഷിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റ് ശമിപ്പിച്ചു, കടലിലെല്ലാം ശാന്തത പരന്നു. അത് കണ്ടവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച സമൂഹത്തേക്ക് അവിടുന്ന് അവരെ ആനയിച്ചു. കർത്താവിന്റെ സ്നേഹമോർത്ത് നീതിമാന്മാർ അവിടുത്തെ സ്തുതിക്കട്ടെ. വിജാതിയരുടെ സമൂഹത്തെ അവർ അവിടുത്തെ പുകഴ്ത്തട്ടെ. നേതാക്കന്മാരുടെ സംഘത്തിൽ അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നദികളെ അവിടുന്ന് മരുഭൂമിയാക്കി, ഉറവുകളെല്ലാം ഉണക്കിക്കളഞ്ഞു. ജനങ്ങളുടെ ദുഷ്ടത നിമിത്തം വിളഭൂമിയെ ഒരു നിലമാക്കി. മരുഭൂമികൾ അവിടുന്ന് തടാകമാക്കി, ഉണങ്ങിയ ഭൂമി നീരുറമയാക്കി. പാവപ്പെട്ടവരെ അവിടെ പാർപ്പിച്ചു, അവർ അവിടെ പട്ടണം പണിതുയർത്തി. അവർ നിലങ്ങൾ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു, അവരുടെ സംഖ്യ വർദ്ധിച്ചു, അവരുടെ കന്നുകാലികളും പെരുകി. കഷ്ടപ്പാടും മർദ്ദനവും നിമിത്തം വീണ്ടും അവരുടെ എണ്ണം കുറഞ്ഞു. പ്രഭുക്കന്മാരെ അവിടുന്ന് നിന്ദാപാത്രങ്ങളാക്കി, അവരെ വഴിതെറ്റിച്ച് നടത്തുകയും ചെയ്തു. പാവപ്പെട്ടവരെ അവിടുന്ന് ഉയർത്തി, ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ ഗോത്രങ്ങളെ വർദ്ധിപ്പിച്ചു. നീതിമാന്മാർ അത് കണ്ട് സന്തോഷിക്കുകയും ദുഷ്ടന്മാർ മുഖം പൊത്തുകയും ചെയ്യും. ബുദ്ധിമാന്മാർ ശ്രദ്ധിച്ചു കാണുകയും കർത്താവിന്റെ കാരുണ്യം ഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ അങ്ങേ കീർത്തനങ്ങൾ പാടും. എന്റെ വീണയും കിന്നരവും ഉണരട്ടെ, ഞാനും അതിരാവിലെ ഉണരും. വിജാതിയരുടെ മധ്യത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേ നാമം കീർത്തിക്കും. എന്തെന്നാൽ അങ്ങേ വിശ്വസ്തതയും കൃപയും ആകാശം പോലെ വിശാലമാകുന്നു. ദൈവമേ, ആകാശത്തിൽ ഉയർന്നു നിൽക്കുക, അങ്ങേ പ്രതാപം ഭൂമിയിൽ പ്രകാശിക്കട്ടെ. അങ്ങേ സ്നേഹിതരായി ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ വലതുകൈയാൽ സഹായിക്കുകയും ഞങ്ങൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ദൈവം തന്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് ഇപ്രകാരം അരുളി ചെയ്തു. സിഖേമിനെ വിജയപൂർവ്വം ഞാൻ ഭാഗിക്കും, സാക്കൂസിന്റെ മൈതാനം അളക്കുകയും ചെയ്യും. ഗലാദും സമനായും എന്റേതാകുന്നു, അപ്രയം എന്റെ ശക്തിയാകുന്നു. യൂദാ എന്റെ ചെങ്കോലും മോവാബിന്റെ സ്നാനപാത്രവുമായിരിക്കും. ആദോമിൽ വെച്ച് ഞാൻ പാദരക്ഷ അഴിക്കും, പ്ലസ്റ്റിൽ വെച്ച് വിജയകാഹളം മുഴക്കും. സുരക്ഷിതമായ പട്ടണത്തിലേക്ക് ആരെന്നെ ആനയിക്കും, ആദോമിലേക്ക് ആരെന്നെ പ്രവേശിപ്പിക്കും. ദൈവമേ, ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? ഞങ്ങളുടെ സൈന്യത്തെ അങ്ങ് നയിക്കുകയില്ലയോ? ശത്രുക്കളെക്കാൾ ഞങ്ങളെ ശക്തരാക്കണമേ. മനുഷ്യ സഹായം നിഷ്ഫലമാകുന്നു. ദൈവം നമ്മെ ശക്തിപ്പെടുത്തും, നമ്മുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി,
ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിലങ്ങ് സംപ്രീതനാവുകയും ചെയ്യണമേ. അനന്തമായ അങ്ങേ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ ജനത്തെ രക്ഷിച്ചു അജഗണമഖിലം കർത്താവേ നിൻ മഹിമാവനിശം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ദാസനു തുല്യം വന്നിത നരനെ ദാസ്യത്തിൽ നിന്നൊരു നാൾ രക്ഷിച്ചേശൻ നീ. മൃതിയിൽ നിന്നും മോചനമേകി മർത്തിനു നിൻ മാമോദീസ. സഭയെ മാടി വിളിപ്പാനായി നാഥാ നിൻ ജ്ഞാനസ്നാനം. വിയലാലയവാതിൽ നിയതം അവളുടെ നേർക്കു തുറന്നല്ലോ. അവളിൽ തന്റെ മഹത്വത്തെ വർഷിച്ചിടും ത്രിത്വത്തെ വാഴ്ത്തി പാടിടാം. അത്യുന്നതൻ തന്റെ സ്വരം കേൾപ്പിച്ചു വിനയമൊടൊരു നാൾ യോർദാൻ കരയിൽ. കർത്താവേ നീ സ്നാപനമേൽക്കാൻ നിൽക്കുമ്പോൾ മനുഷ്യകുലത്തിൻ പാപം നീക്കും കുഞ്ഞാടാണിവൾ എന്നൊരു ചെയ്തു യോഹന്നാൻ. വിണ്ണിൽ നിന്നും താതൻ നിന്നെ പുത്രൻ എന്നു വിളിച്ചല്ലോ. താതൻ തന്റെ സ്വരത്താലെ തനയൻ തന്റെ ബലത്താലെ റൂഹാ തന്നുടെ പാവനമാം ആവാസത്താലെ മണ്ണിൽ താവകമർത്തിയ കർത്താവേ മാമോദീസ കൈക്കൊണ്ടു നിന്നെ വാഴ്ത്തുന്നു. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അസ്തിത്വത്തിൽ ഏകൻ നീ എന്നറിയുന്നു ഞാൻ. ദിഗിലാണ്ടങ്ങൾക്കുടയോനേ നിൻ സുതനേകൻ മിശിഹാ വഴി ഞാൻ നിന്നിൽ ദൃഢമാം വിശ്വാസത്തിൽ വളരുന്നു. താതന്റെയും പുത്രന്റെയും റൂഹായുടെയും നാമത്തിൽ മൂവരും മുങ്ങി ജലത്തിൽ ഞാൻ മാമോദീസ കൈക്കൊണ്ടു. ദൂതനു തുല്യം ഞാനങ്ങേ നാനും പാഴാക്കിയിടുകിലും കൃപയുടെ ഗാഢാകാരത്തിൽ കുറവില്ല നിൻ കൃപയിൽ ഞാൻ അഭയം തേടുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ത്രിത്വത്തിൻ മൂന്നാളുകൾ ഒരുപോൽ പ്രഥമത മന്ദിര ദർശനമരുളിയോർദാനിൽ ആർക്കു നിഷേധിച്ചിടുവാൻ കഴിയും? മഹിയിൽ നൂനം മഹിമ നിറഞ്ഞോരീ സത്യം. മിശിഹാനാഥ സഭ വഴി ഞങ്ങൾ ത്രിത്വത്തിൻ തിരുനാമത്തിൽ ജ്ഞാനസ്നാന ജലത്താലെ പുതിയൊരു ജന്മം നേടുന്നു. മർത്യനു ജ്ഞാനസ്നാനത്താൽ മറ്റൊരു ജനനം നൽകിയിടും. താതനും അങ്ങേ പ്രിയസുതനും സത്യാത്മാവിനും അനവരതം സ്തോത്രം പാടുന്നേ. കരുണാനിധിയാം കർത്താവേ നിൻ ജനതയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീ ഇവരിൽ ചൊരിയണമേ. കരുണക്കടലാം കർത്താവേ സുതരെ കാത്തരുളിയിടണമേ. ചൂഷകരിൽ നിന്നെന്നാളും സത്യം ഞങ്ങൾക്കായുധവും കോട്ടയുമായി തീരട്ടെ. നിൻ സ്തുതി ഞങ്ങൾ പാടട്ടെ. കന്യാംബികതൻ പ്രാർത്ഥനയാൽ ശാന്തി വിതയ്ക്കുക നാഥാനീ. കലുഷിതമാമീ ലോകത്തിൽ ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നും അകറ്റണമേ. ഒരുമയോടമ്മയെ വാഴ്ത്തിടുവാൻ ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും പ്രേഷിതരും മൽപ്പാന്മാരും സാക്ഷികളും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി.
അവരൊത്തേക സ്വരത്തിൽ നിൻ സ്തുതിഗീതങ്ങൾ പാടിടുവാൻ. ഭാരതഭൂവിൻ ശ്രീഹായാം മാർത്തോമായെ ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥൻ തൻ വയലിൽ പണി ചെയ്ത വികല സമ്മാനം നേടിയ ഭാഗ്യമി എന്നവളെ നിൻ പ്രാർത്ഥന തൻ തുണനിതരാം ഭവനമിതിൽ നിൻ വത്സലരിൽ നിലനിൽക്കാനിടയാകട്ടെ. നിന്തിരുമേയുൾ കൊണ്ടവരെ മൃതരാമരുടെ പാപങ്ങൾ ഓർക്കരുതേ നീ ഒരു നാളും. വിധിനാളിൽ നിൻ കൃപയവരെ രക്ഷിച്ചൻപോടെതിരേൽപ്പിൽ നിരചേരാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യർ അങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സ്വർഗീയമായ ആത്മീയാനുഗ്രഹങ്ങൾ കൊണ്ട് മിശിഹായിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. തിരുസന്നിധിയിൽ നാം പരിശുദ്ധരും കളങ്കമറ്റവരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവൻ മിശിഹായിൽ നമ്മെ സ്നേഹപൂർവ്വം തിരഞ്ഞെടുത്തു. ഈശോ മിശിഹാ വഴി നാം അവിടുത്തെ ദൈവപുത്രരായി തീരണമെന്ന് അവൻ മുൻകൂട്ടി നിശ്ചയിച്ചു. അതായിരുന്നു അവന്റെ അഭീഷ്ടവും തിരുമനസ്സും. ഇത് അവന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമുക്ക് സൗജന്യമായി നൽകിയ കൃപയുടെ മഹത്വം സ്മരിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു. അവന്റെ കൃപയുടെ സമർത്ഥിക്കൊത്ത വിധം നമുക്ക് മിശിഹായിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപാവൻ തന്റെ ജ്ഞാനത്തിലും ഉൾക്കാഴ്ചയിലും നമ്മെ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. മിശിഹായി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന തിരുച്ചിത്തമനുസരിച്ച് അവൻ തന്റെ ആന്തരിക രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി. ഇത് കാലത്തിന്റെ തികവിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും മിശിഹായെ ബന്ധിപ്പിക്കുവാനുള്ള രക്ഷയുടെ പദ്ധതി അത്രേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോർദാൻ തടിയിൽ യേശുസുതൻ സ്നാപനമേറ്റൊരു സുദിനത്തിൽ നിഖിലാണ്ടങ്ങളും ഒരുപോലെ നാഥനെ വാഴ്ത്തി നമിച്ചല്ലോ. ദലഹായാൽ നീ ലോകത്തെ മഹിമാപൂരിതമാക്കുകയാൽ ആദരവകിലം നേടിടുവാൻ അവനിൽ അർഹൻ നീയല്ലോ. സ്നാപനവേളയിലുളവായോരത്ഭുതകരമാം ദർശനവും കർത്താവിൻ മഹിമാവും ഞാൻ വാഴ്ത്തിപ്പാടിടും അനവരതം. ദാസന്മാരോടൊപ്പം നീ നാഥാ മണ്ണിൽ നിവസിച്ചു ദൈവാത്മാവി ലോകത്തിൽ മർത്യകുലത്തിനു ദർശിതനായി. സുരലോകത്തിൻ സമ്പത്തി മഹിയിൽ വിരവോടാഗതമാൻ തൻ പ്രിയതനയനെ മർത്യർക്കായി നൽകിയ നാഥനെ വാഴ്ത്തിയിടാം. നിത്യപിതാവാം സകലേശ നിത്യസുധാനര പാലകനെ സത്യാത്മാവാം റൂഹായെ സ്തുതിയും സ്തോത്രവും എന്നേക്കും. സഹോദരരെ, സ്ത്രീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. അവനെ സൂക്ഷിച്ചു നോക്കി. രക്ഷപ്പെടാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് വലിയ സ്വരത്തിൽ പറഞ്ഞു,
എഴുന്നേറ്റ് നിന്റെ കാലിൽ നേരെ നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് കണ്ട് ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ സ്വരമുയർത്തി പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസിനെ പ്രധാന ഭാഷകനായിരുന്നതിനാൽ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിന് മുന്നിലെ സേവൂസിന്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകൾ, പൂമാലകൾ എന്നിവ നഗര കവാടത്തിൽ കൊണ്ടുവന്ന് ജനക്കൂട്ടത്തോടൊത്ത് ബലിയർപ്പിക്കുവാൻ ആഗ്രഹിച്ചു. ഇത് കേട്ട് സ്ലീഹന്മാരായ പൗലോസും ബർണബാസും വസ്ത്രം കീറിക്കൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് കുതിച്ചു ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മാന്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായവയിൽ നിന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ച ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ ദിവ്യത്വവും ലക്ഷണങ്ങളും ബുദ്ധി വഴി സൃഷ്ടികൾക്ക് സുഗ്രഹമായിരുന്നെങ്കിലും അതുവരെ അഗ്രാഹ്യമായിരുന്ന ത്രിത്വത്തിന്റെ രഹസ്യം രക്ഷിതാവിന്റെ മാമോദീസാവളിയിൽ ലോകത്തിന് ബാഹ്യമായി പ്രകടമാക്കിയ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അടിമത്തത്തിന്റെ ആത്മാവിന് പകരം പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകുന്നതിന് മുന്നോടിയായി പരിശുദ്ധാത്മാവിനെ യോർദാനിൽ വെച്ച് മിശിഹായുടെ മേൽ അയച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശോധിക്കപ്പെടാനാവാത്ത നിന്റെ വഴിയിലൂടെ ലോകത്തെ നയിച്ച സമയത്തിന്റെ സമാപ്തിയിൽ സ്വയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കേവലം മൺപാത്രങ്ങളായ മനുഷ്യർക്ക് ദിവ്യരഹസ്യത്തിന്റെ പ്രവർത്തനത്തെ പറ്റി വെളിച്ചം നൽകിയ കരുണയുടെയും ആശ്വാസത്തിന്റെയും പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൽപ്പനകൾ കാത്തു ദിവ്യ സ്നേഹത്തിൽ വസിക്കുന്നവരുടെ പക്കലേക്ക് ഇറങ്ങി വന്നു വസിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന് പിതാവുമായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹസമ്പന്നനും കരുണാവാരധിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.